ഓക്കെ, എന്തിനാണ് ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും തുടക്കം. നിങ്ങളത് മറന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ പറയാം. അതായത് പല വലിപ്പമുള്ള ബോർഡ് വരും, വളരെ ചെറിയ ബോർഡ് കാണാം, വളരെ വലിയ ബോർഡ് കാണാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു വളരെ വലിയൊരു ബോർഡാണെങ്കിൽ അതിന്റെ സെന്റർ ബുൾസൈൽ എറിയാൻ ഭയങ്കര എളുപ്പമായിരിക്കും. ഓക്കെ, ബോർഡിന്റെ വലിപ്പം കുറയുകയും ചെയ്യാം, കൂടുകയും ചെയ്യാം. അതുപോലെ തന്നെ ബോർഡ് നമ്മുടെ അടുത്ത് നിന്ന് ഒരുപാട് ഡിസ്റ്റൻസിലായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് അടുത്ത് വരും. ഈ രണ്ട് കേസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്തായിരുന്നു അത് പറഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്യാം. ബോർഡിന്റെ വലിപ്പം ഭയങ്കര കൂടുതലാണെങ്കിൽ അതിന്റെ നടുക്കത്തെ ബുൾസൈ എന്ന് പറയുന്ന ആ ഏരിയയും ഭയങ്കര കൂടുതലായിരിക്കും. സോ അതിന്റെ അകത്തോട്ട് ഒരു ഡാർട്ട് എറിഞ്ഞ് കൊള്ളിക്കാൻ വളരെ സുഖമായിരിക്കും. സോ അവിടുത്തെ പ്രോബബിലിറ്റി, അതിന്റെ സെന്ററിൽ കൊള്ളാനുള്ള പ്രോബബിലിറ്റി ഭയങ്കര ഹയർ ആയിരിക്കും. കാരണം അത് എളുപ്പമാണ്, അവിടെ വലിയ സർഫസ് ഏരിയ ഉണ്ട്. പക്ഷെ അതേ സമയം തന്നെ ചെറിയൊരു ഡാർട്ട് ബോർഡ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ബുൾസൈ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. അത് നടുക്ക് ചെന്ന് കൊള്ളിക്കാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. കാരണം എന്താ, വളരെ കുറവ് സർഫസ് ഏരിയ ആണ്. അതുപോലെ തന്നെ ഡാർട്ട് ബോർഡ് ചിലപ്പോൾ നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെ നിൽക്കാം, ഒരുപാട് അടുത്ത് നിൽക്കാം. അപ്പോൾ എന്താ പറ്റും, ഒരുപാട് ദൂരെയാണെങ്കിൽ എറിഞ്ഞ് ബുൾസൈ കൊള്ളിക്കാനുള്ള പ്രോബബിലിറ്റി കുറവായിരിക്കും, കാരണം ദൂരെയാണ്. അത് മാത്രമല്ല, എത്ര വലിയ ബോർഡാന്ന് പറഞ്ഞാലും ഒരുപാട് ദൂരെയാണെങ്കിൽ എറിഞ്ഞ് കൊള്ളിക്കാൻ നല്ല പാടായിരിക്കും. അല്ല, നമ്മുടെ അടുത്ത് തന്നെ നിൽക്കുക, അതായത് സപ്പോസ് എന്റെ തൊട്ട് മുന്നിൽ നിൽക്കുകയാണെങ്കിൽ എനിക്ക് എറിയണമെന്ന് പോലും ഒന്നുമില്ല. ഡാർട്ടിന്റെ അടുത്ത് കുത്തിയാൽ മതി ആ ബോർഡിൽ നടുക്ക്. മനസ്സിലായി? അതിപ്പോ എത്ര ചെറിയ ബോർഡാണെങ്കിലും എനിക്ക് വേണമെങ്കിൽ കുത്താം. അപ്പൊ എന്താ പറ്റി, പ്രോബബിലിറ്റി ഇവിടെ വേരി ചെയ്യും. അങ്ങ് ഒരുപാട് ദൂരെ പോകുന്ന ബോർഡിന്റെ അടുത്ത് നിൽക്കുന്നതിന്റെ പ്രോബബിലിറ്റി വ്യത്യാസമായിരിക്കും, വലിയ ബോർഡിന്റെ ചെറിയ ബോർഡിന്റെ പ്രോബബിലിറ്റി വ്യത്യാസമായിരിക്കും. അപ്പൊ നമുക്ക് എന്തെങ്കിലും യൂണിഫോം ആയിട്ടൊരു സാധനം വേണം. പ്രോബബിലിറ്റി മാറിയാലും മാറാത്ത സാധനം, അതാണ് നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി. കാരണം നമുക്ക് അറിയാം, ഒരു കോയിൻ എടുത്ത് അന്റാർട്ടിക്ക എറിഞ്ഞാലും ആഫ്രിക്ക എറിഞ്ഞാലും കേരളത്തിൽ വന്നെറിഞ്ഞാലും വെച്ച് കിട്ടാനുള്ള പ്രോബബിലിറ്റി 1/2 ആണ്. സോ അതുപോലെ നിൽക്കുന്ന സാധനം നമുക്ക് വേണം, അതാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. ആൻഡ് അതിന്റെ യൂസ് എന്താ, എന്തിനാണ് അത് വേണ്ടതെന്ന് ഇപ്പൊ പറഞ്ഞല്ലോ. ആൻഡ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്. എനിക്ക് ഞാനൊരു ആളുടെ അടുത്ത് എറിഞ്ഞാൽ ഒബ്വിയസ്ലി അത് എവിടെ ചെന്ന് കൊണ്ടുവന്നത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അല്ലെ എവിടാന്നോ കൊള്ളുന്ന ആ പോയിന്റിന്റെ പ്രോബബിലിറ്റി മാത്രം എനിക്ക് അറിഞ്ഞാൽ പോരെ. അല്ലെ എന്റെ എയിമിന്റെ ഇന്റൻസിറ്റി എന്താ. ആക്ച്വലി നിങ്ങൾ അങ്ങനെ ചിന്തിക്കില്ല. നിങ്ങളൊരു ഡാർട്ട് എടുത്ത് ഈ ബോർഡിൽ എറിയാൻ നോക്കുന്ന എങ്ങോട്ടാ, സെന്ററിൽ അല്ലേ, ഈ കാണുന്ന സെന്ററിൽ. പക്ഷെ ചിലപ്പോൾ എന്ത് പറ്റാം, ബൈ സംഹൗ റീസൺ ഇവിടെ എവിടെയെങ്കിലും കൊള്ളാം. പക്ഷെ അത് അവിടെ എന്നാ ചോദിക്കുക, ഇത് എവിടെയെങ്കിലും കൊള്ളുന്നു, ആ കൊള്ളുന്ന സ്ഥലത്തുള്ള പ്രോബബിലിറ്റി അറിഞ്ഞാൽ പോരെ. പക്ഷെ നിങ്ങൾ ഒരിക്കലും മറക്കല്ലാത്തൊരു കാര്യമുണ്ട്, ആ എറിയുന്ന ഡാർട്ട് ഇവിടെയൊക്കെ വന്ന് കൊള്ളാനുള്ള കാരണം തന്നെ എന്താ, നമ്മൾ ഈ നടുക്കോട്ട് എറിയാൻ നോക്കുന്നുണ്ടാ. മനസ്സിലായ? അല്ലാതെ ഞാൻ ഈ നടുക്കോട്ട് എറിയാൻ നോക്കിയിട്ട് അല്ലെ ഞാൻ ദൂരെ ഏതെങ്കിലും നിൽക്കുന്ന തെങ്ങിൽ എറിയാൻ നോക്കിയിട്ടല്ലല്ലോ എന്റെ ഡാർട്ട് വന്ന് ഇവിടെ കൊള്ളുന്നത്. അല്ലല്ല, ഞാൻ ഈ കാണുന്ന പോയിന്റിൽ എയിം ചെയ്തിട്ട് എറിയുന്നോണ്ടല്ലേ അതിന്റെ ചുറ്റും എവിടെയെങ്കിലും ഒക്കെ വന്ന് കൊള്ളുന്നത് മിസ്സായി കഴിഞ്ഞാല്. അല്ല, ഞാൻ ദൂരെ നിൽക്കുന്ന ഏതെങ്കിലും തെങ്ങി നോക്കി എറിഞ്ഞിട്ടല്ലല്ലോ ഇവിടെ വന്ന് കൊണ്ടത്. കണ്ണും പൂട്ടിയൊന്നും എറിയല്ലോ. അത് വേറെ കേസ്. അതുകൊണ്ട് ദൂരെ നിൽക്കുന്ന തെങ്ങിലോ വേറെ ആരെങ്കിലും കാറിലോ ഒന്നും എറിഞ്ഞിട്ടല്ലല്ലോ ഇവിടെ വന്ന് കൊണ്ട. ഞാൻ ഈ ഒരു പോയിന്റിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് എയിം ചെയ്ത് എറിഞ്ഞോണ്ടാണല്ലോ എവിടെയെങ്കിലും കൊണ്ടത്. സോ എന്റെ എയിമിന്റെ കോൺസെൻട്രേഷൻ ഇവിടെ കൂടുതലായോണ്ടാണ് ഇതിന്റെ ചുറ്റും എവിടെയെങ്കിലുമൊക്കെ വന്ന് കൊണ്ടത്. സോ എനിക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടതിന്റെ പ്രോബബിലിറ്റി അറിയണമെങ്കിൽ ഞാനത് എവിടാണ് എയിം ചെയ്തെന്നുള്ളതും അറിയണം. സോ അതിനെ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കില്ലേ. സോ എയിമിന്റെ കോൺസെൻട്രേഷൻ സെന്ററിൽ കൂടുതലാണ്. അതുപോലെ തന്നെ അവിടെ വളരെ ചെറിയൊരു ഏരിയ ഉണ്ട്, അവിടുത്തെ നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി കൂടുതലായിരിക്കും. ആൻഡ് അങ്ങോട്ട് പോകുന്ന അനുസരിച്ച് ആ എയിമിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞു വന്നോണ്ടേയിരിക്കും. ഓക്കെ, ഈ നടുക്കത്തെ ഇന്റൻസിറ്റി ആയിരിക്കില്ല അങ്ങോട്ട് പോകുമ്പോൾ ഇന്റൻസിറ്റി കുറഞ്ഞു ചിലപ്പോൾ എൻഡിലെത്തുമ്പോൾ വളരെ ചെറുതായിരിക്കും. ഓക്കെ, പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം എന്നൊരു കാര്യമുണ്ട്, ഇവിടെ ഭയങ്കര ഇന്റൻസിറ്റി കൂടുതലാണ്, പക്ഷെ വളരെ ചെറിയൊരു ഏരിയ കുറവാണ്. അപ്പോൾ എന്ത് പറ്റി, പ്രോബബിലിറ്റി ഡെൻസിറ്റി കൂടുതലാണ്. ഇവിടെ വളരെ വലിയൊരു ഏരിയ ഉണ്ട്, പക്ഷെ സെന്ററിൽ അത്രയും ഇന്റൻസിറ്റി ഇല്ല എയിമിന്. സോ പ്രോബബിലിറ്റി ഡെൻസിറ്റി സെന്ററിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതായിരിക്കും. ഏത്, ഈ റിംഗ് പാർട്ടിൽ. ഇനി ഇങ്ങോട്ട് വന്നാലോ, ഇവിടെ അതിലും വലിയ സർഫസ് ഏരിയ കണ്ടില്ലേ. വേണ്ട, ഈ കാണുന്ന റിങ്ങിന് വെളിയിലോട്ടും ഈ കാണുന്ന റിങ്ങിനകത്തോട്ടും കൊടുത്താൽ വളരെ വലിയ സർഫസ് ഏരിയ. പക്ഷെ എന്ത് ചെയ്യാം, എയിമിന്റെ ഇന്റൻസിറ്റി വളരെ കുറവാണ്. സോ അവിടുത്തെ പ്രോബബിലിറ്റി ഡെൻസിറ്റി വളരെ കുറവായിരിക്കും. വേണ്ട, അത് തന്നെ നമ്മുടെ ബെൽ കർവിൽ തരുന്നത്. വേണ്ട, സെന്ററിൽ ഭയങ്കര കൂടുതലായിരിക്കും. വേണ്ട, ഈ സെന്ററിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. മനസ്സിലായി? സെന്റർ പോയിന്റിൽ. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകുന്ന കുറച്ച് പോയിന്റ് എടുത്താൽ നിങ്ങൾ ഇപ്പൊ ഇതെന്താണെന്നോ ഈ കാണിക്കുന്ന എന്താണെന്നോ ശ്രദ്ധിക്കാൻ ഇപ്പൊ നിൽക്കണ്ട. നിങ്ങൾ ഈ ബെൽ കർവ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കാണുന്നത് ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരു റൗണ്ട് സെക്ഷൻ, ഈ ഒരു പോയിന്റിലോട്ട് വരുമ്പം എന്ത് പറ്റും, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഉണ്ട് പക്ഷെ കുറവായിരിക്കും. എന്നാണ് കണ്ടില്ലേ, സെന്ററിൽ പീക്കും പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുറവുമായിരിക്കും. പിന്നെ കണ്ടോ നമ്മുടെ ലാസ്റ്റ് റിങ്ങിന്റെ ഏരിയ വരുമ്പോൾ കണ്ടില്ലേ
പ്രോബിലിറ്റി ഡെൻസിറ്റി വളരെ കുറവാണ്. കണ്ടില്ലേ, പീക്ക് വളരെ താഴെയാണ്. ആണ് നോക്ക്, പീക്ക് വളരെ താഴെയാണ്. ഇതിനെ നിങ്ങളുടെ ഡാർട്ട് ബോർഡായിട്ട് ചിന്തിച്ച ഇതാണ് സെന്റർ. ഓക്കെ, ഈ കാണുന്നതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ട ഒരു റിങ് കണ്ടേ, നമ്മുടെ എന്താ ഡാർട്ട് ബോർഡ് ഈ സെന്റർ ആണ് ഈ കാണുന്നവൻ. മനസ്സിലായി, ഈ കാണുന്നത്. പിന്നെ നമ്മൾ കണ്ട എന്താ, ഈ കാണുന്ന ഏരിയ. നമ്മൾ ഇവിടെ പറഞ്ഞ എന്താ, സെന്ററിൽ പ്രോബിലിറ്റി ഡെൻസിറ്റി ഭയങ്കര കൂടുതലാണ്. കണ്ടോ നോക്ക്, സെന്ററിൽ പ്രോബിലിറ്റി ഡെൻസിറ്റി ഭയങ്കര കൂടുതലാണ് ഈ ബെൽ കർവിന്. അതുകൊണ്ടാണല്ലോ കണ്ടേ ഇത്രയും ഹൈറ്റിൽ ഇരിക്കുന്നത്, പൊങ്ങി നിൽക്കുമെന്നൊക്കെ പറയലാണ്ട. അത് കഴിഞ്ഞാൽ പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോൾ എന്ത് പറ്റും, പ്രോബിലിറ്റി ഡെൻസിറ്റി എയിം ഉണ്ട്, പക്ഷെ ഏരിയ കൂടുതല. അതായത് സെന്ററിൽ അത്ര എയിം ഇല്ല, അതിനെക്കാട്ടി എയിം കുറവായിരിക്കും. അതുപോലെ തന്നെ ഏരിയ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് പറ്റും, ഡെൻസിറ്റി കുറയും. കണ്ടേ ഈ ഒരു ഏരിയയിൽ. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ എന്താ, സെന്ററിനെക്കാട്ടിലും കുറവ് പ്രോബിലിറ്റി ഡെൻസിറ്റി ആയിരിക്കും. കണ്ടോ നോക്ക്, സെന്ററിനെക്കാട്ടിലും ഹൈറ്റ് കുറവല്ലേ, സെന്ററിനല്ലേ ഏറ്റവും കൂടുതൽ ഹൈറ്റ്. കണ്ടില്ലേ, ഈ സെന്റർ സൂമോട്ടാണ്, ഈ സെന്റർ പോയിന്റിലല്ലേ ഏറ്റവും കൂടുതൽ ഹൈറ്റ്. അത് കഴിഞ്ഞാൽ ഹൈറ്റ് കുറവല്ലേ. അത് കഴിഞ്ഞാൽ വേണ്ടേ ഈ ഒരു ഏരിയയിൽ, അത് കഴിഞ്ഞാണ്ടേ ഈ ഒരു ഏരിയയിലോട്ട് എത്തിയ, അവിടെ എത്തിയ എന്താ സംഭവിക്കുന്നത്, എയിമും കുറവാ, പക്ഷെ ഏരിയ ഭയങ്കര കൂടുതലുവാ. അപ്പോൾ എന്താ പറ്റും, വീണ്ടും ഡെൻസിറ്റി കുറയും. കണ്ടേ ഈ ഒരു പോയിന്റിലോട്ട് വന്ന കണ്ടില്ലേ, എയിമും കുറവാണ്, പക്ഷെ ഭയങ്കര ഏരിയ ഉണ്ട്. അതുകൊണ്ട് എന്താ, ഹൈറ്റ് തീരെ കുറവാ. കണ്ടില്ലേ, പ്രോബിലിറ്റി ഡെൻസിറ്റി വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ പ്രോബിലിറ്റി ഡെൻസിറ്റിയുടെ ഐഡിയ കിട്ടി. ഇത് കിട്ടിയില്ല, ഒന്നുകൂടെ ഒരു വിഷയത്തിൽ കൂടെ കാണിച്ചു തരാം. ഇനി വേറൊരു കാര്യം പറയാം. ഓക്കെ, പ്രോബിലിറ്റി ഡെൻസിറ്റിയുടെ അറേഞ്ച്മെന്റ് നമുക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായി. സെന്ററിൽ വളരെ കൂടുതൽ, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കുറഞ്ഞു അങ്ങനെ എത്തിത്തറുമ്പോൾ വളരെ നെഗ്ലിജിബിൾ. പക്ഷെ ഏറ്റവും കൂടുതൽ ഈ ബോർഡിൽ ഡാർട്ട് കൊള്ളാനുള്ള പ്രോബബിലിറ്റി എവിടെ, അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ബോർഡിൽ ഏറ്റവും കൂടുതൽ ഡാർട്ട് കൊള്ളാനുള്ള പ്രോബബിലിറ്റി എവിടെ, അതെവിടാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഈ ഒരു ഭാഗത്താ. അല്ല, നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ, ഞാൻ 500 ഡാർട്ട് പറക്കി പറഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ഡാർട്ട് കൊള്ളുന്ന അവിടെ ആയിരിക്കും, ഈ പറഞ്ഞ ആ ഒരു ഏരിയ ഭാഗത്തായിരിക്കും. അല്ലാതെ അങ്ങ് സെന്ററിലും അല്ല, അങ്ങ് വെളിയിലും അല്ല, ഈ കാണുന്ന റിങ്ങിന്റെ അകത്തായിരിക്കും. സോ ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി എവിടാണ്, അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചേക്കണം. അതായത് സെന്ററിൽ നല്ല ഇന്റൻസിറ്റി ഉണ്ട്, പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ വളരെ കുറച്ച് ഏരിയ ഉള്ളു. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ എത്ര ഡാർട്ടിനെ അവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റും? 500 ഡാർട്ട് എറിഞ്ഞാൽ എത്ര ഡാർട്ടിന് ആക്ച്വലി അവിടെ വന്നിരിക്കാൻ പറ്റും? അതായത് ശരിക്കും പറഞ്ഞാൽ നല്ല ഇന്റൻസിറ്റി ഉണ്ട് ഈ സെന്ററിൽ, പക്ഷേ സ്ഥലം വളരെ കുറവാ. മനസ്സിലായോ? അതുകൊണ്ട് എന്താ, ഞാനൊരു 500 ഡാർട്ട് എറിഞ്ഞാൽ ഈ സെന്റർ പോയിന്റിൽ വന്നിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നല്ല ഇന്റൻസിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, സ്ഥലം വേണമല്ലോ. പക്ഷെ അറ്റ് ദ സെയിം ഈ തൊട്ടടുത്തുള്ള റിങ് നോക്കിയേ, അവിടെ ഇന്റൻസിറ്റി കുറവാണ്, സമ്മതിക്കുന്നു. സെന്ററിനെക്കാട്ടി കുറവാണ്, പക്ഷെ അങ്ങ് ഒരുപാട് കുറവാണോ? അല്ല. അതാ നിങ്ങൾ ഈ ബെൽ കർവ് എടുത്ത് നോക്ക്, സെന്ററിൽ ഇത്രയും ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതായിരിക്കും റിങ്ങിന്റെ പാർട്ട്, ഇവിടം തൊട്ട് ഇവിടം വരെ. ഇത് അത്രയ്ക്ക് കുറവൊന്നും അല്ലല്ലോ, അതാ ഇവിടുന്ന് ഇത്രയും ഹൈറ്റ് ഇല്ലേ. സോ കുറവാണ്, സെന്ററിനെക്കാട്ടി കുറവാണ്, ആ സമ്മതിക്കുന്നു. പക്ഷേങ്കിൽ ഉണ്ട്, തരക്കേടില്ലാതുണ്ട്. വേണ്ട, നിങ്ങൾ നോക്കുക, അറൗണ്ട് ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ ആയിരിക്കണം അത്. അവിടെയും സെന്ററിന്റെ അത്രയും എന്താ ഇത്രയും ഹൈറ്റ് ഇല്ലെന്നേ ഉള്ളൂ. ഓക്കെ, പക്ഷെ ഇവിടം തൊട്ടൊരു ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ അത്യാവശ്യം തരക്കേടില്ലാത്ത ഹൈറ്റ് ഉണ്ട്. അതിന്റെ അർത്ഥം എന്താ, അവിടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി അത്യാവശ്യം നന്നായിട്ടുണ്ട്. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഉണ്ടെന്ന് മാത്രമല്ല, അവിടെ നല്ല സ്ഥലവും ഉണ്ട്. മനസ്സിലായോ? പ്രോബബിലിറ്റി ഡെൻസിറ്റി സ്ഥലവും ഒരുപോലെ ഫേവറബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. സോ കൂടുതൽ ഡാർട്ടുകൾ അവിടെ വന്നിരിക്കും എറിഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇങ്ങോട്ട് വന്ന് നോക്ക്, ഈ സൈഡിലോട്ട് വന്നാൽ എന്ത് പറ്റും, പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ കുറവ്. അതാണ്ട് നോക്ക്, അത് ചിലപ്പം ഈ ഒരു പോയിന്റ് തൊട്ട് ഈ ഒരു പോയിന്റ് വരെ ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇത് അതിന്റെ ബിയോണ്ട്, മേളിൽ നോക്ക്. ഓക്കെ, അതിന്റെ ബിയോണ്ട് ഇങ്ങോട്ട് പോകും. അണ്ണുണ്ടോ, ഇത്ര ഹൈറ്റേ ഉള്ളൂ, വളരെ ചെറിയ ഹൈറ്റേ ഉള്ളൂ. അതായത് പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്, പക്ഷെ എന്താ വലിയ ഏരിയ ഉണ്ട്. ഓക്കെ, അതായത് ഇന്റൻസിറ്റി ഭയങ്കര ശോകമാണ്, പക്ഷെ ഭയങ്കര ഏരിയ ഉണ്ട്. സോ എത്ര ഏരിയ ഉണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല, ഇന്റൻസിറ്റി പറഞ്ഞാൽ എന്തൊരു അവിടെ കുറെ വന്നിരിക്കാൻ പറ്റൂ. അതായത് നേരെ സെൻട്രൽ പോയിന്റ് നോക്കി, ഇന്റൻസിറ്റി കൂടുതല പക്ഷെ ഏരിയ കുറവാണ്. അതുകൊണ്ട് എന്ത് പറ്റും, കൂടുതൽ ഡാർട്ടിന് അവിടെ വന്നിരിക്കാൻ പറ്റും. നിങ്ങൾ ഒബ്വിയസ്ലി സമ്മതിക്കുന്നുണ്ടല്ലോ, 500 ഡാർട്ട് എറിഞ്ഞാൽ അവർ സെൻട്രലിലായിരിക്കും പൈലപ്പ് ചെയ്യുന്നത്, ഈ കാണുന്ന സൈഡിനെക്കാട്ടിലും കൂടുതൽ. ഓക്കെ, ഞാൻ ഈ റിങ്ങിന്റെ കാര്യം ഞാൻ പറയുന്നില്ല, ഈ കാണുന്ന വെരി സെൻട്രൽ റീജിയനിൽ വന്ന് പൈലപ്പ് ചെയ്ത് മേപ്പോട്ട് പോകുന്ന ഡാർട്ടുകളുടെ എണ്ണം നോക്കിയാൽ അതായിരിക്കും
എന്തുകൊണ്ടും ഈ കാണുന്ന ഔട്ടർ റിങ്ങിൽ വന്നു കൊള്ളുന്ന ഡാർട്ടുകളെക്കാട്ടിലും കൂടുതൽ സമ്മതിക്കുന്നുണ്ട്. അതിന്റെ കാര്യം എന്താ? ഈവൻ ദോ ഏരിയ കുറവാണെങ്കിലും നല്ല ഇന്റൻസിറ്റി ഉണ്ട് അവിടെ. പക്ഷെ ഏറ്റവും ഔട്ടറിന്റെ കേസ് എന്താ? ഭയങ്കര ഏരിയ ഒക്കെ ഉണ്ട്, ഡാർട്ടിനൊക്കെ വന്ന് എവിടെ വേണേൽ സുഖമായിട്ടിരിക്കാം. പക്ഷെ ഇന്റൻസിറ്റി ഇല്ല, ഇന്റൻസിറ്റി വളരെ കുറവാ. മനസ്സിലായി? അതുകൊണ്ട് എന്ത് പറ്റും? ഡാർട്ടുകൾ റിലേറ്റീവ്ലി 500 ഡാർട്ട് എറിഞ്ഞാലും വന്ന് കൊണ്ടിരിക്കുന്ന ഡാർട്ടുകളുടെ എണ്ണം കുറവായിരിക്കും. അതിപ്പോ നമ്മൾ നേരത്തെ ഒരു 3000 ഡാർട്ട് എറിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടതാ. ആ ഔട്ടർ റിങ്ങിൽ ഇരിക്കാൻ പറ്റുന്ന ഡാർട്ടുകൾ വളരെ കുറവായിരിക്കും. പക്ഷെ ഇവളുടെ രണ്ടിന്റെ ഇടയിൽ ഒരു ഗോൾഡൻ സോൺ ഉണ്ട്. അതാണ് ഈ കാണുന്ന സോൺ. ഓക്കെ, ഇവിടെ എന്താ? തരക്കേടില്ലാത്ത ഇന്റൻസിറ്റി ഉണ്ട്, തരക്കേടില്ലാത്ത ഏരിയ ഉണ്ട്. സോ ഇവിടുത്തെ എയിം തെറ്റിയാലും അവൻ നേരെ ഇങ്ങോട്ട് വരും. അവിടെ നോക്കുമ്പോൾ ഇരിക്കാൻ നല്ല സ്ഥലവും ഉണ്ട്. മനസ്സിലായോ? സോ ഡാർട്ടുകൾ ഏറ്റവും കൂടുതൽ വന്ന് ഇരിക്കുന്ന അവിടെ ആയിരിക്കും. സോ ഡാർട്ടുകൾ ഏറ്റവും കൂടുതൽ അവിടെ വന്ന് ഇരിക്കുന്നതിന്റെ അർത്ഥം എന്താ? അവിടെ ആണ് ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി. ഇനി അതും മനസ്സിലായി നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിച്ചാൽ മതി. അതായത് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തോന്നാ? പാർട്ടിക്കിൾസ് പെർ ഏരിയ അല്ലേ? അപ്പൊ പാർട്ടിക്കിൾസ് എന്തോന്നാ? ഡെൻസിറ്റി ഇൻറ്റു ഏരിയ അല്ലേ? ഇവിടെ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഡാർട്സ്. അപ്പൊ എത്ര ഡാർട്സ് ഉണ്ട് എന്നറിയാൻ ഡെൻസിറ്റി ഇൻറ്റു ഏരിയ നോക്കിയാൽ പോരെ. സെന്ററിൽ എന്താണ്? ഈ കാണുന്ന സെന്റർ പോയിന്റിൽ ഹൈ ഡെൻസിറ്റി ഇൻറ്റു ലോ ഏരിയ എന്ത് വരും? ഒരു ചെറിയ വാല്യൂ ആയിരിക്കും. കാരണം ഡെൻസിറ്റി ഭയങ്കര കൂടുതലായിട്ടും ഏരിയ വളരെ കുറവാകുന്ന കാര്യമില്ലല്ലോ. റിലേറ്റീവ്ലി ലോവർ വാല്യൂ തരും. ഈ കാണുന്ന സെക്കൻഡ് റിങ്ങിലോ റിലേറ്റീവ്ലി ഒരു ഹൈ ഡെൻസിറ്റി ഉണ്ട്, ഒരു ഹൈ ഏരിയ ഉണ്ട്. അപ്പോൾ എന്ത് പറ്റും? ഈ സെന്ററിലുള്ളതിനെക്കാട്ടിലും വലിയ വാല്യൂ ആയിരിക്കും ഇവിടെ കിട്ടുക. ഈ ഈ റിങ്ങിൽ, ഈ രണ്ടാമത്തെ റിങ്ങിൽ, ഈ നടുക്കത്ത് ഈ കാണുന്ന ഈ വരയ്ക്കുന്ന റിങ്ങിൽ. ഇനി മൂന്നാമത്തെ കേസ് വന്നാൽ ഈ റിങ് എടുത്താലോ? ഈ റിങ്ങിൽ ഇന്റൻസിറ്റി കുറവ്, ഏരിയ ഉണ്ട്. അതായത് ഏരിയ ഭയങ്കര കൂടുതലാണ്, പക്ഷെ ഇന്റൻസിറ്റി വളരെ കുറവാണ്. സോ അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ വളരെ കുറവായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇവിടാണ് പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടുതൽ, അതായത് ഡാർട്സിന്റെ എണ്ണം കൂടുതൽ. സോ ഈ ഏരിയ ആണ് എന്ത്? ഹയസ്റ്റ് പ്രോബബിലിറ്റി. മനസ്സിലായോ? ആൻഡ് നിങ്ങൾക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഇവിടെ നമുക്ക് ഈ പോയിന്റിലാണ് ഹയസ്റ്റ് പ്രോബബിലിറ്റി കിട്ടാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്താരാ? പ്രോബബിലിറ്റി ഡെൻസിറ്റിയാ. കാരണം നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി വെച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്ത പ്രോബബിലിറ്റി ഡെൻസിറ്റി ഇൻറ്റു ഏരിയ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എത്ര പാർട്ടിക്കിൾസ് അവിടെ ഇരിക്കാൻ പറ്റുമെന്നും ഏറ്റവും കൂടുതൽ പ്രോബബിലിറ്റി എവിടെയാന്ന് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ട് ആ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഇത്രയും യൂസ്ഫുൾ ആയെന്ന്. ഓക്കെ, നിങ്ങൾക്ക് സ്റ്റിൽ ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ വേറൊരു അനലോഗി കാണിച്ചു തരാം. അതായത് ഇതൊരു ബ്ലാക്ക് വോൾ ആണ്. ഓക്കെ, ഒരു കട്ടിയുള്ള ബ്ലാക്ക് വോൾ കണ്ടോ? ഈ കാണുന്ന ഒരു സ്പ്രേ പെയിന്റ് ആണ്. ഇതൊരു പിന്ന് അല്ലെ സ്ക്രൂ ഡ്രൈവർ അല്ലെ നീഡിൽ, എന്ത് വേണേലും വിളിക്കാം. അതുപോലെ നമ്മുടെ ഇതിലൊരു പ്ലേറ്റും ഉണ്ട്. പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സർക്കുലർ ഡിസ്ക്. നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഈ സ്പ്രേ പെയിന്റ് വെച്ചിട്ട് ഈ വോളിൽ അടിക്കാൻ പോവാ. ഓക്കെ, കാണിച്ചു തരാം. നമുക്ക് ഈ സ്പ്രേ പെയിന്റിനെ വേണേൽ അടുത്ത് വെക്കാം, ദൂരെ വെക്കാം. തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. അടിക്കുക. ആണോ? അടിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ വോളിലും പെയിന്റോ ചുറ്റും സ്കാറ്ററുവോ ആണേ. പക്ഷെ ഇവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് നമ്മൾ ഒരു പോയിന്റിൽ തന്നെ സ്പ്രേ പെയിന്റ് അടിച്ചുകൊണ്ടിരുന്ന എന്തോ സംഭവിക്കും? അവിടെ തിക്കും സറൗണ്ടിങ്സിൽ ഫെയ്ഡ് ആയിട്ടും. ഓക്കെ, ഇനി ഇവിടുത്തെ സ്പ്രേ പെയിന്റ് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കും, അടിക്കുന്ന ഉടനെ കട്ട് ചെയ്യാവുന്ന ഒരു സെമി ഫോം ടൈപ്പ് ആണെന്ന് വെക്കും. അതാകുമ്പം ഒലിച്ച് താഴോട്ടൊന്നും ഇറങ്ങത്തില്ല. എവിടെയാണോ അടിക്കുന്നത് അവിടെ കട്ട് ചെയ്തിരുന്നോളും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? സ്പ്രേ പെയിന്റ് അടിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ എന്താ? എവിടെയാണോ അടിക്കുന്നത് ആ ഭാഗം തിക്കറായിട്ട് വന്നുകൊണ്ടിരിക്കും അല്ലേ? അത് മനസ്സിലാണേതാ? നിങ്ങളുടെ ഈ സൈഡിൽ നിന്ന് നോക്ക്, കണ്ടില്ലേ? കണ്ടേ? ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ നടുക്ക് തിക്കറായി വന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇച്ചിരി നന്നായിട്ട് മനസ്സിലാവണം. ഞാൻ സ്പ്രേ പെയിന്റിനെ നന്നായിട്ട് അടിപ്പിക്കണം. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താണ്ടേ പെയിന്റ് ചെയ്യണം. ആണോ? നടുഭാഗം തിക്കറായി വന്നുകൊണ്ടിരിക്കും. നമ്മൾ എങ്ങോട്ടാണോ അടിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ തിക്കറായിട്ട് വന്നുകൊണ്ടിരിക്കും. ഫോർ സിംപ്ലിസിറ്റി ആൻഡ് റിയാലിറ്റി ഞാൻ ഇതിനെ ഇച്ചിരി ദൂരെ വെച്ചിട്ടാണ് അടിക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ഇച്ചിരി ദൂരെ കൊണ്ടുവയ്ക്കുന്നു, സ്പ്രേ പെയിന്റ് അടിക്കുന്നു. അപ്പൊ എന്താ യൂഷ്വലി സംഭവിക്കാറ്? നമ്മൾ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ എവിടെയാണോ അടിക്കുന്നത് അവിടെ തിക്കറോ അതിന്റെ ചുറ്റും സ്കാറ്ററോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഏറ്റവും കൂടുതൽ പെയിന്റ് ചെയ്യുന്ന അടുക്കാണ്. മനസ്സിലായേ? നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം നീഡിലെടുക്കുക. നീഡിലെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നടുക്ക് കൊണ്ടുപോയി കുത്താം. ഇനി നമുക്കതിനെ ഈ വോളിനെ ഒന്ന് മാറ്റിയിട്ട് നമുക്കതിനെ ഒന്ന് ഒബ്സർവ് ചെയ്യാം. എന്താ ഇവിടെ കണ്ടേ? ആ നീഡിൽ അല്ലെ സ്ക്രൂ ഡ്രൈവറിന്റെ ടിപ്പിൽ പെയിന്റ് ആയി. ഓക്കെ, നമ്മളവിടെ സെന്ററിലാണ് കുത്തിയത്. ഇത് ഓർത്ത് വെച്ചേക്കണം. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അതിനെ തിരിച്ച് റിട്ടേൺ ചെയ്യാം, തുടച്ചു കളയാം. നമ്മുടെ
വോള് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ഓക്കെ, അത് വോള് തിരിച്ചു വന്നതാ. ഓക്കെ, വോള് തിരിച്ച് അപ്പിയർ ചെയ്താ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്ലേറ്റിലോട്ട് വരാം. പ്ലേറ്റും ഇതുപോലെ സെന്ററിൽ കൊണ്ട് ഹിറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വോളിനെ ഹൈഡ് ചെയ്ത് കളയാം. ഇനി ഇവനെ ഒന്ന് തിരിച്ചു നോക്ക്. കണ്ടോ, ഇത്രയും പെയിന്റ് ആയി. കണ്ടോ, ഇത്രയും പെയിന്റ് ആയി ഇവിടെ. ഓക്കെ, ഇനി ഞാൻ വീണ്ടും തിരിക്കുകയാണ്. തിരിച്ചു കൊണ്ടുവന്നു, വോള് കാണിക്കുന്നു. ഓക്കെ, സാധനത്തിനെ തിരിച്ചെടുക്കുന്നു, പെയിന്റ് തുടച്ചു കളയുന്നു. ഇനി ഈ രണ്ട് കേസിൽ നിന്നും ഏറ്റവും കൂടുതൽ പെയിന്റ് പറ്റിയത് ആർക്കാ? ഏറ്റവും കൂടുതൽ ഈ കാണുന്ന സർക്കുലർ ഡിസ്കിലാണ് ഏറ്റവും കൂടുതൽ പെയിന്റ് പറ്റിയത്. അത് ഈ കാണുന്ന നീഡിലാന്നോ? സർക്കുലർ ഡിസ്കിലല്ലേ? എന്താ കാര്യം? ഒരൊറ്റ സോൾ റീസണേ ഇവിടുള്ളൂ. കാരണം ഈ കാണുന്ന പിന്നിന്റെ സർഫസ് ഏരിയ, അതായത് ഈ കാണുന്ന പിന്നില്ലേ, അല്ലേ സ്ക്രൂ ഡ്രൈവർ, ഇതിന്റെ സർഫസ് ഏരിയ, ഈ ടിപ്പിലെ സർഫസ് ഏരിയ വളരെ ചെറുതാണ്, വളരെ തിന്നായിട്ടുള്ള സർഫസ് ഏരിയ. സോ അത് വെച്ച് കുത്തിയാല് അത്രയും ചെറിയൊരു പെയിന്റേ പറ്റൂ. അറ്റ് ദ സെയിം ടൈം ഈ പ്ലേറ്റ് നോക്ക്, ഇതിന്റെ സർഫസ് ഏരിയ എന്താ ഭയങ്കരമല്ലേ? അപ്പൊ അതിൽ കൂടുതൽ പെയിന്റ് പറ്റി. അപ്പൊ എന്ത് മനസ്സിലായി? സർഫസ് ഏരിയ കൂടിയപ്പോൾ കൂടുതൽ പെയിന്റ് പറ്റി, സർഫസ് ഏരിയ കുറഞ്ഞപ്പോൾ കുറവ് പെയിന്റ് പറ്റി. നമ്മൾ രണ്ടും സെന്ററിലാണ് കൊണ്ട് ഹിറ്റ് ചെയ്തേ. ഓക്കെ, സെന്ററിൽ നമുക്കറിയാം ഒരുപാട് പെയിന്റ് ഉണ്ട്, അവിടെ തന്നെ നമ്മൾ രണ്ടും കൊണ്ട് ഹിറ്റ് ചെയ്തേ. ഇനി ഞാൻ ഒരുപാട് സ്പ്രേ അങ്ങ് അടിച്ചു നോക്ക്. അടുത്തുകൊണ്ട് വെച്ചിട്ട് ഒരുപാട് സ്പ്രേ അടിച്ചു കൂട്ടി അതിനെ ഭയങ്കര തിക്കറാക്കിയാലും, ഓക്കെ, ഭയങ്കര തിക്കറാക്കി എടുത്താലും ഞാൻ എന്ത് ചെയ്യുക, നമ്മുടെ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് നടുക്ക് കൊണ്ട് ഹിറ്റ് ചെയ്തെടുത്താല് തിരിച്ചതിന്റെ വോള് ഹൈഡിൽ നോക്കിയാൽ കുറച്ചുകൂടെ പെയിന്റ് പറ്റും. അത് നമ്മൾ കുറെ തിക്കറായിട്ട് അടിച്ചിട്ടുണ്ടല്ലോ. എന്നാലും ഈ കാണുന്ന പെയിന്റിന്റെ ക്വാണ്ടിറ്റിയേക്കാൾ സ്റ്റിൽ കൂടുതലാണ് ആദ്യത്തെ കേസിലെ പ്ലേറ്റ്. മനസ്സിലായ? ഈ കേസിൽ നമ്മൾ പ്ലേറ്റ് എടുത്താലും, അല്ല ഇതേ സെയിം കേസിൽ തന്നെ നമ്മൾ പ്ലേറ്റ് എടുത്താലും എന്താ സംഭവിക്കുക, കാണിച്ചു തരാം. ഇതേ സെയിം കേസിൽ തന്നെ നമ്മൾ തിരിച്ച് നമ്മുടെ പ്ലേറ്റ് എടുത്താലും ആ പ്ലേറ്റിലും സെയിം എമൗണ്ട് ഓഫ് പെയിന്റ് ആയിരിക്കും കാണുക. കണ്ടോ? സോ ഇവിടെ നിങ്ങൾ സോൾലി നിങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ, അതായത് സർഫസ് ഏരിയ കൂടിയപ്പോൾ പെയിന്റിന്റെ ക്വാണ്ടിറ്റി കൂടി. സെയിം കോൺസെപ്റ്റ് മനസ്സിലായി? ഈവൻ തോ അത് സെന്ററിലായിരുന്നു. ഓക്കെ, നമ്മൾ സെന്ററിൽ തന്നെ കുത്തിയത്, പക്ഷെ സർഫസ് ഏരിയ കൂടിയപ്പം പെയിന്റ് കൂടി. ഇതേപോലെ തന്നെയല്ലേ അവിടുത്തെയും കേസ്? സർഫസ് ഏരിയ കൂടിയപ്പം ഡാർട്ടിന്റെ എണ്ണം കൂടി. ഓക്കെ, സെന്ററിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. റീസെറ്റ് ചെയ്തിട്ട് സെന്ററിൽ നോക്കിയാൽ നമ്മൾ സെയിം എമൗണ്ട് ഓഫ് പെയിന്റ് ആണ് അടിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അതിനൊരു വ്യത്യാസവും ഇല്ല. പക്ഷെ നീഡിലിന്റെ അകത്ത് ഒരുപാട് പെയിന്റും പറ്റി, ഈ കാണുന്ന പ്ലേറ്റിന്റെ അകത്ത് കുറച്ച് പെയിന്റേ പറ്റിയുള്ളൂ. ഇനി അതിനെ നമ്മുടെ ഈ ഡാർട്ട് ബോർഡിന്റെ കേസിലോട്ട് നോക്ക്. ഇവിടെ നോക്ക്, ഈ ഒരു സെന്റർ പോർഷനിൽ വളരെ കുറച്ച് സർഫസ് ഏരിയ ഉള്ളു. സോ അവിടെ കൊണ്ട ഡാർട്ടുകളുടെ എണ്ണം കുറവാണ്. ഈ കാണുന്ന ലാർജർ സർഫസ് ഏരിയയിൽ ഈ കാണുന്ന ഈ രണ്ടാമത്തെ റിങ്ങിൽ ലാർജർ സർഫസ് ഏരിയ ഉണ്ട്. സോ അവിടെ കൂടുതൽ ഡാർട്ടുകൾ വന്നുകൊണ്ട്. ഓക്കെ, അപ്പൊ എന്താ മനസ്സിലായി? സർഫസ് ഏരിയ കൂടിയാൽ മതി ആക്ച്വലി. മനസ്സിലായോ? സർഫസ് ഏരിയ മാത്രം കൂടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതെന്താ കാര്യം? പെയിന്റിന്റെ തന്നെ കേസ് നോക്ക്. ഇവിടെ നമ്മൾ പെയിന്റ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, സ്പ്രേ പെയിന്റ് അങ്ങ് ഇച്ചിരി ദൂരെ വെച്ച് അടിച്ചാല് കാണാണ്ടോ, ആ നടുക്കത്തെ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ പെയിന്റ് ആവുക. കണ്ടോ, നടുക്കത്തെ പാർട്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ എന്താ, വളരെ കുറവായിരിക്കും. ഞാൻ ഈ പ്ലേറ്റോ സ്ക്രൂ ഡ്രൈവറോ കൊണ്ടുപോയി കുത്തി കഴിഞ്ഞാൽ അവിടെ കിട്ടാൻ പോകുന്ന പെയിന്റ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് എന്താ, സ്കാറ്റർ ചെയ്തിരിക്കുക. അപ്പൊ എന്താ, നടുക്കാണ് പെയിന്റിന്റെ ഇന്റൻസിറ്റി കൂടുതൽ. ഇവിടെ എന്താണ്, നടുക്കാണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി കൂടുതൽ. സോ സർഫസ് ഏരിയ റിയലി മാറ്റേഴ്സ്. അതെന്താണെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനെ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പെയിന്റിന്റെ കേസ് വെച്ചൊന്ന് അനലോഗി കാണിച്ചു തന്നു എന്നേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. ഓക്കെ, അതായത് ആ പെയിന്റിന്റെ കേസിൽ നമ്മളെങ്ങോട്ടാ നടുക്കോട്ട അടിച്ച, അവിടെ എന്ത് ചെയ്ത്, അവിടെ പെയിന്റ് തിക്കായി വന്നോണ്ടിരുന്നു. അതായത് അവിടെ എന്ത്, പെയിന്റ് തിക്കായി, ഡെൻസറായി. അതായത് അവിടെ ആണ് പ്രോബബിലിറ്റി ഡെൻസിറ്റി കൂടുതൽ. ഏത്, അല്ലെ പെയിന്റ് ഡെൻസിറ്റി കൂടുതൽ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്ത്, ഒരു പിന്നെടുത്ത് സെന്ററിൽ കുത്തി, അല്ലെങ്കിൽ നീഡിൽ എടുത്ത് സെന്ററിൽ കുത്തി. പക്ഷെ പ്രശ്നം എന്താ, നീഡിലിന്റെ സർഫസ് ഏരിയ വളരെ കുറവാ. അപ്പൊ എന്താ പറ്റി, വളരെ കുറച്ച് പെയിന്റേ പറ്റിയുള്ളൂ. പക്ഷെ പ്ലേറ്റ് എടുത്തപ്പോൾ എന്താ പറ്റി, പ്ലേറ്റിന് സർഫസ് ഏരിയ കൂടുതൽ. അതിനെടുത്ത് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചെടുത്തപ്പോൾ അതിന്റെ അകത്ത്
കൂടുതൽ പെയിന്റ് പറ്റി. ഓക്കെ, ആ പെയിന്റിനെ നമ്മുടെ പ്രോബിലിറ്റി ആയിട്ട് തന്നെ ഇവിടെ നോക്കി. അതായത് പ്രോബിലിറ്റി ഡയറക്റ്റ്ലി ഡിപ്പെൻസ് ഓൺ ദ പ്രോബിലിറ്റി ഡെൻസിറ്റി ആൻഡ് ഏരിയ അറ്റ് ദാറ്റ് പോയിന്റ്. ഇനിയിപ്പോ എത്ര വലിയ പ്രോബിലിറ്റി ഡെൻസിറ്റി കൂടുതലാന്ന് പറഞ്ഞാലും അവിടുത്തെ ഏരിയ കുറവാണെങ്കിൽ ഒരു പ്രയോജനം ഇല്ല. അവിടെ പ്രോബിലിറ്റി കുറവായിരിക്കും. പക്ഷേങ്കിൽ ഇതാ ഇതുപോലത്തെ നമ്മുടെ ഈ പറഞ്ഞ ഈ സെക്കൻഡ് റിംഗ് ഉണ്ടല്ലോ, ഈ കാണുന്ന ഈ പോർഷൻ ഇതിന്റെ അകത്ത് നിൽക്കുന്ന, അതിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി ഒരു നല്ല പ്രോബിലിറ്റി ഡെൻസിറ്റി ഉണ്ട്, അത്യാവശ്യം ലാർജർ ഏരിയ ഉണ്ട്. സോ അതുകൊണ്ടാണ് അവിടെ വന്ന് കൊള്ളാനുള്ള പ്രോബബിലിറ്റി തോനെ. മനസ്സിലായോ? അവിടെ നമ്മൾ പറഞ്ഞ എന്താ, ഡിസ്കിന്റെ സർഫസ് ഏരിയ കൂടുതൽ, ഇവിടെ സർഫസ് ഏരിയ കൂടുതൽ, അത്രേ ഉള്ളു. ആരാ ഐഡിയ കത്തിയേ?